ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് നയന. ഞാൻ കൂത്താട്ടുകുളം പാലക്കുഴയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയാനായിട്ട് അനുവദിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമേ തന്നെ നന്ദി പറയുന്നു. ഞാൻ 2020 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ ഞാൻ 6 നിയോഗങ്ങൾ വെച്ചിരുന്നു. ആദ്യത്തെ എൻ്റെ ഉടമ്പടി OET പാസ്സാകുക എന്നതായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഉടമ്പടി എടുത്ത് അവിടെ നിയോഗങ്ങൾ എഴുതുമ്പം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാ ഭൗതിക ആവശ്യങ്ങൾ തന്നെ എഴുതരുത്, ആത്മീയ ഒരു കാര്യങ്ങളും കൂടി എഴുതണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ക്രിസ്തീയ ജീവിതത്തിൽ ആഴപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ അതിനകത്തൊരു നിയോഗം വെച്ചിരുന്നു. പിന്നെ ഞാൻ 6ാമതായിട്ടൊരു നിയോഗം, എനിക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വെറുതെ എഴുതി, എനിക്കൊരു സ്ഥലവും വീടും സ്വന്തമായിട്ട് വേണമെന്നായിരുന്നു ഞാൻ എഴുതിയത്. അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും ഞാൻ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും ഒക്കെയാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു വീടിൻ്റെ ആവശ്യം അത്ര അത്യാവശ്യമൊന്നുമുള്ള കാര്യമല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വീട് വാങ്ങിക്കാനും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഞാൻ വെറുതെ എഴുതിയത് തന്നെയാണ്. അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ എഴുതി ഇവിടുന്ന് പോയി കഴിഞ്ഞ് ഉടമ്പടി എടുത്തതിന് ശേഷം ശരിക്കും ഞാൻ ക്രിസ്ത്യാനിയൊക്കെയാണ്, ക്രിസ്തീയമായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്. ഞായറാഴ്ച പള്ളിയിൽ പോവും, കുമ്പസാരിക്കും, പക്ഷേ യോഗ്യതയോടൊക്കെ കൂടാതെ കുർബാന സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നെ പ്രാർത്ഥിക്കാൻ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രാർത്ഥന ജീവിതമൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു മാറ്റം ഉണ്ടായി. എനിക്ക് കുർബാന കാണാനാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ കുർബാന ഒരു അനുഭവമാക്കി മാറിയത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. കാരണം ശരിക്കും ഒരു വിശുദ്ധ കുർബാന എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇത്രയും പ്രായമായിട്ട് എനിക്ക് അത് പഠിക്കാൻ പറ്റിയത് ഈ ഉടമ്പടിയിലൂടെയാണ്. അതുപോലെ തന്നെ വീട്ടിൽ ജപമാല ചൊല്ലുമ്പോഴാണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് മുട്ടയെ കുത്തി എന്ന് ചൊല്ലുമ്പോഴും ഞാൻ എവിടെയെങ്കിലും റിലാക്സ് ആയിട്ട് ഇരുന്നായിരുന്നു ഈ ജപമാലയൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ഇതെനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഒന്നും ഞാനൊരു ഓർത്തഡോക്സ് സഭയിൽ നിന്ന് കാത്തലിക്കിലോട്ട് മാറിയ ആളാണ്. അപ്പോൾ എനിക്ക് അത്രയൊന്നും ഇതൊന്നും അതിനുണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ പിന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കിങ്ങനെ ജപമാല ഇങ്ങനെ എത്ര എണ്ണ ചെല്ലണേന്ന് പോലും എനിക്കിങ്ങനെ, അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ എണ്ണാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 20 ജപമാല വരെ ചൊല്ലാൻ തുടങ്ങി. പിന്നെ എനിക്ക് എനിക്ക് മുട്ടിനൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ആ ഒരു പേരും പറഞ്ഞ് ഞാൻ മുട്ടയിലൊന്നും നിൽക്കത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് മുട്ടയിൽ നിന്ന് ജപമാല ചൊല്ലാൻ പറ്റി. അങ്ങനെ ഒരു ദിവസം കുർബാനയ്ക്ക് പോകുമ്പോഴും കറക്റ്റ് മുട്ടുകുത്തി നിൽക്കേണ്ട സമയം കഴിയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് ഞാനിങ്ങനെ മുട്ടയെന്നിങ്ങനെ മാതാവിൻ്റെ നേരെ നോക്കിയെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ വരുന്നു, കുർബാന സ്റ്റാർട്ട് ചെയ്യുന്നു, കുർബാന തീരുന്നു. ആ സമയം മുഴുവൻ ഞാൻ മുട്ടയിലാണ്. ഒരു 10 മിനിറ്റ് പോലും എനിക്ക് മുട്ടയിൽ നിൽക്കാൻ പറ്റാത്ത ആളാണ്. മുഴുവൻ കുർബാന ഞാൻ മുട്ടയിൽ നിന്ന് കൂടി. അത് കഴിഞ്ഞ ശേഷം പിന്നെ എനിക്ക് കുർബാന മുടക്കാൻ പറ്റില്ല. ഞാൻ 100 കുർബാന ഞാൻ എണ്ണി തന്നെയാണ്. ഞാൻ 100 കുർബാന എനിക്ക് മുടക്കാതെ ഇങ്ങനെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വന്ന് ഈ 100 കുർബാന മുഴുവൻ കുർബാന ഞാൻ മുട്ടയിൽ നിന്ന് തന്നെ ചെയ്ത്. അത് എന്നെ ആരോ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിർത്തുന്ന, എനിക്കത് പറ്റും എന്ന് എന്നെ ആക്കി തീർത്തു. അങ്ങനെ എനിക്ക് ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ വന്നു. നടക്കില്ല എന്നും അവർ പോലും ഓർത്ത കാര്യം ഞാൻ പറഞ്ഞു, കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ അത് നടക്കാതിരിക്കത്തില്ല, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആവശ്യം പോലെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി പേർക്ക് അനുഭവം ഉണ്ടായി. അതിലൊത്തിരി പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, ഉടമ്പടി പുതുക്കി. അതിൽ ഹിന്ദുക്കളും ഉണ്ട്. അങ്ങനെ ഒത്തിരി പേരെ ഇതിനകത്തോട്ട് അടുപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. രണ്ടാമത് എൻ്റെ ഒരു നിയോഗം എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയന് കാനഡയ്ക്ക് പോകാനായിട്ട് വേണ്ടിയിട്ടായിരുന്നു. അവന് IELTS പാസ്സാവാനും പിന്നെ കാനഡയ്ക്ക് ഇപ്പോൾ അവൻ 1.5 വർഷമായിട്ട് കാനഡയിലാണ്, സന്തോഷമായിട്ട് ജീവിക്കുന്നു. പിന്നെ എൻ്റെ അനിയനൊരു നല്ല ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു. അവന് ചെറിയ ജോലികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും അത്ര സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല. അപ്പം ഒരു ദിവസം ഇങ്ങനെ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് എനിക്ക് വിഷമായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി വെച്ചു 3 മാസത്തിനുള്ളിൽ അവൾ നല്ലൊരു ജോലി കിട്ടി. അവന് സന്തോഷത്തോടു കൂടി ചെയ്യാനൊരു ജോലി കിട്ടി. പിന്നെ അടുത്ത എൻ്റെ ഒരു നിയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിയോഗമല്ല, ഞാൻ അത് എഴുതി, എനിക്കൊരു വീട് സ്ഥലമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇങ്ങനെ ഒരു വീട് വിൽക്കാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അതൊരു വൈറ്റിലയിലാണ്, ടൗണിൽ വീടാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പറ്റുന്ന ഒരു രീതിയിലാവില്ല എന്ന് തന്നെ വിചാരിച്ചു.
അങ്ങനെ ഞങ്ങൾ വീട് കാണാൻ പോയി. വീട് കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചൊരു കാശ് രൂപം കൊണ്ട് അവിടുത്തെ കിച്ചൻ്റെ അവിടെയുള്ളൊരു കബോർഡിനകത്തിട്ടു. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, മാതാവേ, നീ ജീവിക്കേണ്ട ഒരു സ്ഥലമാണ് ഇതെങ്കിൽ നീ ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നതാണെങ്കിൽ ഇതെനിക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ 15 ദിവസം സമയമേ ഉള്ളൂ. രജിസ്ട്രേഷൻ കഴിയണം, എനിക്ക് തിരിച്ചു പോകണം, പൈസ റെഡിയാക്കണം, എല്ലാം വേണം. അപ്പോൾ ഞാൻ 2012 മെഡിക്കൽ ട്രസ്റ്റിൽ നഴ്സായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വയറ്റിലെ ബ്ലോക്കിലൊക്കെ കിടക്കുമ്പോൾ ഞാനിങ്ങനെ വെറുതെ ചിന്തിച്ചിട്ടുണ്ട്, മാതാവ്, ഇവിടെ എങ്ങനെ ഒരു വീടുണ്ടായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു, ട്രാഫിക്കൊന്നുമില്ല. അതിനുശേഷം ഞാനൊരു വർഷം കഴിഞ്ഞപ്പോൾ അവിടുന്ന് പോയി. എന്നാൽ കൂടി ഞാൻ മാതാവിനോട് അന്നങ്ങനെ പ്രാർത്ഥിച്ചു. 2023 ഫെബ്രുവരിയിൽ 2012 ഡിസംബറിൽ റെഡിയായി. 10 വർഷത്തിന് ശേഷം ഞങ്ങൾ ആ വീട് പോയി കണ്ടു, അത് ഇഷ്ടപ്പെട്ടു. 1 രൂപ പോലും ഒരു കടമില്ലാതെ എനിക്ക് ആ വീട് വാങ്ങിക്കാൻ പറ്റി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞങ്ങൾ അങ്ങനെ ഒരു വീട് വാങ്ങിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് ആ വീട് സ്വന്തമായി കിട്ടി. പിന്നെ എൻ്റെ ആദ്യത്തെ നിയോഗം OET. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ OET കിട്ടണത്. ഈവൻ OET എനിക്ക് ആദ്യം കിട്ടുവാണെങ്കിൽ ഇതെല്ലാം ഞാൻ ഉപേക്ഷിച്ചിട്ട് OETയുടെ പുറകെ പോയേനെ. പക്ഷേ ഇതെല്ലാം സെറ്റാക്കി തന്നിട്ടാണ് മാതാവ് എനിക്ക് OET തന്നത്. OET ഞാൻ ആദ്യത്തെ പ്രാവശ്യം എക്സാം എഴുതിയപ്പോൾ എനിക്ക് 3 മൊഡ്യൂൾ കിട്ടി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത 3 മൊഡ്യൂളാണ് കിട്ടി. എല്ലാവർക്കും കിട്ടണ ഒരു മൊഡ്യൂൾ എനിക്ക് പോയി. ഞാൻ 6 പ്രാവശ്യം ഞാൻ വീണ്ടും എക്സാം എഴുതിക്കൊണ്ടിരിക്കുക. എനിക്ക് ആ മൊഡ്യൂൾ എനിക്ക് കിട്ടുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞപ്പം എനിക്ക് OET കിട്ടി. ഇതിനിടയിൽ ഞങ്ങൾക്കൊരു കുഞ്ഞും ഉണ്ടായി. 3ാമത്തെ ഒരു കുഞ്ഞാണ് ഉണ്ടായത്. ആ കൊച്ച് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 4th മന്തൊക്കെ ആയപ്പോഴത്തേനും ഡോക്ടേഴ്സ് ഇങ്ങനെ കുറേ കോംപ്ലിക്കേഷൻ അത് ഇതെന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പം എൻ്റെ അനിയൻ്റെ കല്യാണമായിരുന്നു. എനിക്ക് ആകെ ഒരു അനിയനേ ഉള്ളൂ. അവൻ്റെ കല്യാണത്തിന് വരാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞു, നിൻ്റെ ഇഷ്ടത്തിൽ പോയിക്കോ, പക്ഷേ റിസ്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് എന്താണേലും വന്നേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ പറഞ്ഞേ, എന്താണേലും മാതാവ് തന്ന കൊച്ച, അപ്പം ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കാം, അച്ഛനെ കാണാം എന്നൊക്കെ വിചാരിച്ച് വന്നു. ഇവിടെ വന്ന പോലെ തന്നെ അച്ഛനെ കണ്ടു. അച്ഛൻ സൈത്ത് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ അച്ഛനോടൊരു വാക്ക് ചോദിച്ചു, അച്ഛൻ, എനിക്ക് ഒത്തിരി സ്ട്രെസ്സുണ്ട് ഇപ്പം, ഇനി ഞാൻ ഈ OETയുടെ പുറകെ നടക്കണം, ഞാൻ ഇവിടെ എങ്ങനെ നിൽക്കാം, എങ്ങനെയാണ്, എന്താ ചെയ്യേണ്ടത് അച്ഛാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടി എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഏപ്രിൽ എൻ്റെ OET എക്സ്പയർ ആവുമായിരുന്നു. അതിന് മുമ്പ് എനിക്ക് എഴുതിയിട്ടെങ്കിൽ ക്ലബ് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ. അപ്പം ഞാൻ എഴുതണമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ജനുവരിയിലാണ് ഞാൻ ചോദിക്കണം. അച്ഛൻ പറഞ്ഞു, 1 പ്രാവശ്യം കൂടെ എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെ തീരുമാനിച്ചു, 2-3 ഡേറ്റ് എടുത്തിടണം. അച്ഛൻ ഏതായാലും പറഞ്ഞതല്ലേ, 2-3 ഡേറ്റ് എടുത്തിട്ടാന്ന് പറഞ്ഞു. ഞാൻ പുറത്തിറങ്ങി അപ്പം തന്നെ ഞാൻ ഡേറ്റ് നോക്കിയപ്പോൾ ആകെ ഒരു ഡേറ്റേ ഉള്ളൂ, ഏപ്രിൽ 15-ാം തീയതി. ഏപ്രിൽ 23-ാം തീയതി എൻ്റെ എക്സ്പയറി ആവും. ഏപ്രിൽ 15-ാം തീയതി ഞാൻ ലിസണിങ്ങിൻ്റെ എക്സാം എഴുതാൻ പോവുക. ഇതുവരെ ഞാൻ ഇപ്പോഴും എക്സാം എഴുതിയിട്ട് പറയും, എനിക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഈ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, വെച്ചാൽ നമുക്കിനി OET എന്ന ഇത് ഉപേക്ഷിക്കാം. അച്ഛൻ പറഞ്ഞു നോക്കിയാൽ, പക്ഷേ എനിക്ക് OET കിട്ടത്തില്ല, ഇനി ഞാൻ എഴുതത്തില്ല. അപ്പോൾ വിജയൻ പറഞ്ഞു, ഓക്കെ, നോ പ്രോബ്ലം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇച്ചാനോട് പറഞ്ഞ ഒരേ ഒരു കാര്യം പറഞ്ഞോളൂ, IELTS എഴുതാനും OET എഴുതാനും എന്നോട് പറയരുത്, അതിന് എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന്. എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു, കാരണം എൻ്റെ ഇതെന്താണെന്ന് എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഹസ്ബൻഡ് എന്നെ നിർബന്ധിച്ചിട്ടുമില്ല. പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ പോകാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ബാക്കി 3 മൊഡ്യൂളിനേക്കാളും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി. ഞാൻ ലിസണിങ് പാസ്സായി. അങ്ങനെ എനിക്ക് ക്ലബ് ചെയ്യാൻ പറ്റി. ഞാൻ ന്യൂസിലൻഡിൻ്റെ പേപ്പർ വർക്ക് ചെയ്തു. എനിക്ക് DL ഒക്കെ വന്നിരിക്കുകയാണ്. മെയിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുവാണ്. പിന്നെ ഉടമ്പടി വെഞ്ചിരിച്ച് ഉപ്പും ഉടമ്പടി തൈലവും ഉപയോഗിച്ച് എനിക്ക് ഒത്തിരി രോഗസൗഖ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 3ാമത്തെ കുട്ടി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം കൊച്ചിൻ്റെ ദേഹത്തൊക്കെ നിറച്ച് എക്സിമയായിരുന്നു. അപ്പം അവിടെ കോമൺ ആയിട്ട് കാണുകയാണെങ്കിലും നമുക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം കുറച്ചും കൂടെ കൂടുതലാകുമ്പോൾ കൊച്ചിനിങ്ങനെ ഇച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും, അത് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എല്ലാ ദിവസവും കുളിപ്പിക്കുന്ന വെള്ളത്തിലും പിന്നെ അവൻ്റെ ദേഹത്തൊക്കെ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ ഇടാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ കംപ്ലീറ്റ് 8 മാസമുണ്ട് കുഞ്ഞിന്. ഇപ്പോൾ ഒരെണ്ണം പോലും ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് രോഗസൗഖ്യം കിട്ടി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ ഞാൻ നേഴ്സാണ്. അവിടെ ഇങ്ങനെ രോഗികളെ കാണാൻ പോകുന്ന ഒരു ഇതൊന്നും നടക്കില്ല. അപ്പം ഞാനാണെങ്കിലും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഈ കുവൈറ്റികളുടെ വീട്ടിലൊക്കെ ജോലി ചെയ്യുന്ന കുറേ ഈ സർവൻറ്റുകാരൊക്കെ വരും. അപ്പം അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരും ഇല്ല അവിടെ. അപ്പോൾ അവർക്ക് ഞാനാണെങ്കിൽ ഈ ഉടമ്പടിയുടെ ഉപ്പും വെഞ്ചിരിച്ച ഉപ്പും പിന്നെ അതുപോലെ തന്നെ കാശ് രൂപ ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൊടുക്കും. അവർക്ക് നല്ല വിശ്വാസമാണ്. അതുകൊണ്ട് അതിലൊരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, രണ്ടാമത് അവർ ഡോക്ടറെ കാണാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സിസ്റ്റർ എനിക്ക് ആ മരുന്ന് ഒന്നുകൂടെ തരുമോ? ഞാൻ ആ മരുന്ന് ഇട്ടിട്ട് എൻ്റെ കാല് ഡയബറ്റിക് ഫുട്ടായിരുന്നു ചേച്ചിക്ക്, അത് കംപ്ലീറ്റ് മാറി.
എനിക്ക് ഒത്തിരി ഇതുണ്ട്, എനിക്ക് നല്ല വിശ്വാസം. അങ്ങനെ ഞാനത് ഈ അമ്മച്ചിയുടെ യൂട്യൂബ് ഫോണിൽ എടുത്തു കൊടുത്തത് ചെയ്തു കൊടുത്തു. ഇനി ഇത് കാണണം, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഈ പ്രാർത്ഥന ഇത് കേട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവർ വിട്ടു. പിന്നെ ഇങ്ങനെ രോഗികളെ ഒന്നും കാണാൻ പോകാൻ പറ്റുന്നത് ഞങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ മാസവും ഒരു നിശ്ചിതമായ പൈസ കൊടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ ഈശോയെ മാതാവിനെ അറിയാത്തവർക്ക് കൂടുതലായിട്ട് അത് പറഞ്ഞു കൊടുക്കാനൊക്കെ ശ്രമിക്കാൻ തുടങ്ങി. അങ്ങനെ അമ്മ മാതാവും ഈശോയും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.